ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമുക്കിപ്പോൾ ഇനി സ്കൂൾ ഉറപ്പൊക്കെ വരെയല്ലേ, അപ്പോൾ മക്കൾക്കൊക്കെ ഇട്ട് കൊടുത്ത് വിടാൻ ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിപ്പം ഞാൻ ഒരു ബ്ലൂ കളറിലെ ഫ്ലവറിൻ്റെ ബീഡ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ കളറിൻ്റെ തന്നെ സ്റ്റോൺ വരുന്ന ഒരു ലോക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെയിനാണ്, ബാക്ക് ചെയിൻ. പിന്നെ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഗിയർ വയർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗോൾഡൻ ബീഡ്സ് വേണം. ഇപ്പം ഗിയർ വയറിനെ നമുക്ക് കുറച്ച് ലെങ്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്ക് ചെയിനൊക്കെ നിങ്ങളുടെ കയ്യിൽ സിൽവർ ഉണ്ടെങ്കിൽ സിൽവർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ത്രെഡ് ആണെങ്കിൽ ത്രെഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതേ രീതിക്ക് ഉപയോഗിക്കാം. നമ്മളിതുപോലെ ഗിയർ വയർ കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു സൈഡിലേക്കുള്ള ബാക്ക് ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ലോക്ക്, ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ചെയിൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഗിയർ വയറിനെ ഈ ലോക്കിനകത്തൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റിയതിന് ശേഷം ആ ചെയിനിനെ അടുപ്പിച്ച് വെക്കുക. ഇതുപോലെ ചെയിനിനെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ച് ആ ഗിയർ ലോക്കിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഗിയർ ലോക്ക് ആയി കഴിഞ്ഞു. ഇനി ആ ബാലൻസ് വരുന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഗിയർ വയറിനെ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ആ ഗിയർ വയർ കട്ട് ചെയ്ത് നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഈ ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഗിയർ വയർ പുറത്ത് കാണത്തില്ല. ഈ രീതിയിൽ നമ്മൾ ഗോൾഡ് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു സൈഡിലേക്ക് ഒരു 40ഓളം ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള ഒരു ബീഡ്സാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇതിൻ്റെ വേറൊരു മോഡൽ ഫ്ലവർ ബീഡ്സ് വെച്ച് മാല ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ആ ബീഡ്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കോർത്ത് മാല ഇപ്പോൾ ഈ ചെയ്യുന്ന മോഡലിലും ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാം പല കളറ് ബീഡ്സുകൾ കിട്ടും. നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ചുള്ള കളർ ബീഡ്സ് വെച്ച് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ലോക്കറ്റുകൾ കിട്ടും. ആ ലോക്കറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. പ്ലെയിൻ ലോക്കറ്റ് വെച്ചും ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളൊരു 40 ബീഡ്സ് ഇട്ടു. അതിന് ശേഷം പിന്നെ ഒരു ഗോൾഡ് ബീഡ് ഇട്ടു. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബ്ലൂ കളറിലെ ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം. ലോക്കറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബീഡ്സിൻ്റെ കളർ വരുന്നതായാലും കുഴപ്പമില്ല. കുറച്ച് ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലുള്ള മാലകൾക്ക്. അപ്പം നമുക്ക് വീണ്ടും ഈ സൈഡിനും ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ മക്കളുടെ സൈസിലാണ് ഈ 40 ബീഡ്സ് ഒരു സൈഡിൽ മൊത്തത്തിൽ 80 ബീഡ്സ് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ലോക്കറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് 40 ബീഡ്സ് വീതമാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും എടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗിയർ ലോക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്ക് ചെയിനും കൊടുത്തതിന് ശേഷം വീണ്ടും ബാലൻസ് വരുന്ന ആ ഗിയർ വയർ ഈ ഗിയർ ലോക്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് കയറ്റി കൊടുക്കുക. അതും ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഇതുപോലെ വലിച്ചു കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് വലിച്ചതിന് ശേഷം അത് ടൈറ്റായെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഗിയർ ലോക്കിൽ പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇനി ബാലൻസ് വരുന്ന ഗിയർ വയറിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഹെഡ് പിന്നിനകത്ത് ഈ ബ്ലൂ കളറിൻ്റെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്. ഒരു 6 mm ക്രിസ്റ്റൽ ബീഡും അതുപോലെ ഒരു ബീഡ്സ് ക്യാപ്പും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം ആ ഹെഡ് പിന്നിനെ ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം. വളച്ചതിന് ശേഷം നമുക്ക് ആ ലോക്കറ്റിലായിട്ട് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആ സെയിം കളർ ബീഡ്സ് തന്നെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ബീഡ്സിൻ്റെ പല കളറിലത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.
അല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മാലകൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം നമ്മളിതിൻ്റെ പിങ്ക് ചെയ്തിട്ടുണ്ട്, ബ്ലൂ ആയി, മെറൂൺ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്. 4 കളറാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. മെറൂണും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ചെയ്ത മാലകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും നമ്മൾ തുടർന്ന് ഇടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.